പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബി.ജെ.പി. ഇറക്കിയ പോസ്റ്ററിനെ ചൊല്ലി ഇവിടെ വിവാദമുണ്ട്. ഇടുക്കി മുതലക്കോടം സെന്റ് ജോർജ് ഫറോന പള്ളിയിൽ ആഘോഷിക്കുമെന്ന് ബി.ജെ.പി. പോസ്റ്ററിനെ തള്ളി ഇടവക വികാരി രംഗത്തെത്തി. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദേവാലയത്തെ ഉപയോഗിക്കരുതെന്നാണ് പ്രസ്താവന. ലാൽകൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ലാൽ, അങ്ങനെ ഒരു പള്ളിക്ക് ഒരു വിസ്തീർണം ഇറക്കേണ്ടി വരിക അല്ലെങ്കിൽ തള്ളിപ്പറയുക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്നാണ്, പള്ളി അറിയാതെ എന്തുകൊണ്ടാണ് പള്ളി ആഘോഷവേദിയാക്കുന്ന കാര്യം പോസ്റ്ററായി അടിച്ചിറക്കിയെന്നാണ് ബി.ജെ.പി. പറയുന്നത്? ലാൽ, തീർച്ചയായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ബി.ജെ.പി. പുറത്തിറക്കിയ പോസ്റ്റർ എന്ന് പറഞ്ഞത് ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ ഈ മുതലക്കോടം പള്ളിയിൽ നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഒരു കുർബാനയുണ്ടാക്കും, കുർബാനയ്ക്ക് ശേഷം കേക്ക് മുറിച്ച് ആഘോഷിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. അതനുസരിച്ചുകൊണ്ട് പോസ്റ്റർ പോലും പുറത്തിറക്കിയിരുന്നു. പോസ്റ്ററിൽ ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും, സംസ്ഥാന ഉപാധ്യക്ഷനടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ രാവിലെ കുർബാനയ്ക്ക് തൊട്ടു മുൻപാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയിൽ, പ്രത്യേകിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കിടയിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായത്. എന്തിന് പള്ളി ഇതിനൊരു വേദിയാക്കുന്നു എന്ന ചോദ്യമാണ് വന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കോതമംഗലം രൂപതയും പള്ളിയുടെ വികാരി കൂടിയായ ഫാദർ സെബാസ്റ്റ്യൻ അരുളിച്ചാൽ കൂടി ഒരു പ്രസ്താവന പുറത്തേക്ക് ഇറക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. ദേവാലയം പരിശുദ്ധമായ ഒരിടമാണ്, അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഇടമാണ്. അവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തരുത്. അതിന് പള്ളിക്കോ ഇടവകയ്ക്കോ രൂപതയ്ക്കോ യാതൊരുവിധ പങ്കുമില്ല. അത്തരം പരിപാടികൾ പള്ളിയിൽ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് പോസ്റ്റർ ഇറക്കിയത്. ആ പോസ്റ്റർ ഇറക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ കേക്ക് മുറിക്കലടക്കമുള്ള പരിപാടികളിൽ നിന്ന് ബി.ജെ.പി. പിന്നോട്ട് പോയിട്ടുണ്ട്. ഒരു കുർബാന മാത്രമാണ് നടത്തിയത് എന്ന കാര്യം വിശദീകരിക്കുന്നു. അതേസമയം പള്ളി പറയുന്നത് പണമടച്ച് കുർബാനയ്ക്ക് വഴിപാട് നേർന്നാൽ ആർക്കും കുർബാന നടത്താം, അത് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും സംഭവം വിവാദമായതോടുകൂടി കേക്ക് മുറി അടക്കമുള്ള ആഘോഷ പരിപാടികൾ പള്ളി അങ്കണത്തിൽ നിന്നും ബി.ജെ.പി. മാറ്റിയിട്ടുണ്ട്. ബി.ജെ.പി. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം അല്പസമയത്തിനുള്ളിൽ നൽകും എന്നൊരു കാര്യം കൂടിയാണ് അറിയാൻ കഴിയുന്നത്. ലാൽകൃഷ്ണ വാർത്തകൾ വിവരങ്ങൾ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പിറന്നാൾ വേണമെങ്കിൽ ഇടവകയ്ക്ക് ആഘോഷിക്കണമെങ്കിൽ ഇടവക ആഘോഷിക്കട്ടെ, അല്ലെങ്കിൽ ആ പള്ളി ആഘോഷിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പി. എന്നുള്ള നിലയ്ക്ക് ആ പള്ളി കേന്ദ്രമാക്കി ഒരു ആഘോഷം നടത്തുന്നുണ്ടെങ്കിൽ അത് ആ പള്ളി എന്തായാലും അറിയണ്ടേ, അതിൻ്റെ ആൾക്കാർ അറിയണ്ടേ. ആൾക്കാർ അറിയാതെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ബി.ജെ.പി. ആലോചിക്കട്ടെ. ഉണ്ടായത് പിഴവാണ്. ആ പിഴവിൽ ബി.ജെ.പി. എന്ത് പറയുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.